പിള്ളേരുടെ മുമ്പിൽ വെച്ച് അതൊന്നും പറ്റില്ല വർഷേ. നീ തന്നെയല്ലേ പറഞ്ഞത് ഞാൻ പെട്ടെന്ന് മാറിയാൽ അവരുടെ മുമ്പിൽ വില പോകുന്നു. അയ്യോ ആന്റി, തുടക്കത്തില് മക്കളുടെ മുന്നിൽ ഗൗരവം വിടാതെ അഭിനയിച്ചാ മതി. പക്ഷേ ശേഖറിന് ഓരോ നിമിഷവും പ്രതീക്ഷ കൊടുത്തോണ്ടിരിക്കണം. ഓണം കഴിഞ്ഞാലും സുശീല തന്നെ ഉപേക്ഷിക്കില്ലെന്ന് അയാൾക്ക് തോന്നണം. ഓ അത് ഞാൻ തോന്നിപ്പിച്ചോളാം. അല്ല അതിനിടയിൽ അവരെങ്ങാനും വീട്ടിൽ വന്ന് കയറുമെന്നാ? ഇന്ദ്രനെങ്ങാനും അവിടെയുള്ള സമയത്തെങ്ങാനും അവര് വന്ന് കയറിയാ എന്താ ചെയ്യാ? അല്ല അവരാന്റിയോട് വിളിക്കാനല്ലേ പറഞ്ഞേ? ആ അതെ. ആ എങ്കിലേ ഇപ്പൊ തന്നെ വിളിച്ചിട്ട് ഓണം കഴിഞ്ഞ് നേരി കാണണമെന്ന് പറഞ്ഞു. അതിനു മുമ്പ് അവർക്ക് ശേഖരനെ കാണുമെന്ന് പറഞ്ഞാലോ? ഓ അങ്ങനെ പറഞ്ഞാലല്ലേ. ആ നമുക്ക് അപ്പൊ എന്താന്ന് വെച്ചാൽ ആലോചിക്കാം. ദേ ഓണം തൊട്ടടുത്ത് എത്തിയില്ലേ ആന്റി? എന്നാ പിന്നെ വിളിക്കല്ലേ? ഓ സംശയിക്കാതെ വിളിക്കാം ആന്റി. ഓ വിളിക്കാം. ഇത് അവരാണല്ലോ ആ സ്ത്രീ. സ്പീക്കറിലിട്, സാറും കൂടെ കേക്കട്ടെ. ഹലോ ഹലോ സാറേ, ഇത് ഞാനാ സുശീല, ശേഖരന്റെ ഭാര്യ. ആ സുശീല പറ, എന്താ പെട്ടെന്ന് വിളിച്ചേ? ശേഖരൻ വീട്ടിലെത്തിയോ? എത്തിയിട്ടില്ല. ഇന്ന് വൈകുന്നേരത്തോടെ എത്തുമെന്ന് മരുമകൾ വിളിച്ചു പറഞ്ഞു. ഓക്കെ, ഞങ്ങള് ബാക്കി 3 പേരുടെയും ഡീറ്റെയിൽസ് കളക്ട് ചെയ്തോണ്ടിരിക്കുക. അതിനുശേഷം നിങ്ങളെ വിളിക്കാം. അപ്പോഴേക്കും ശേഖരനോട് നിങ്ങൾ കാര്യമൊക്കെ സംസാരിച്ച് റെഡിയാക്കി വെക്കണം. ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായോ? ആയിക്കോട്ടെ ആയിക്കോട്ടെ, ഞാൻ പറയാം. പിന്നെ ഓണമല്ലേ സാറേ വരാൻ പോകുന്നത്, അതിന്റെ ഒരുക്കങ്ങളും കൂടി കൂടിയിട്ട്. അല്ല നമുക്ക് അതിന് ശേഷം കണ്ടാ മതിയായിരിക്കും അല്ലേ? മതിന്ന് പറ. ആ മതി മതി മതി, ഞങ്ങളും അപ്പോഴേ ഫ്രീ ആവും. നമുക്ക് ഓണം കഴിഞ്ഞ് മീറ്റ് ചെയ്യാം. ഓക്കെ 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 സാറേ. അല്ല അതിനിടയിൽ ആവശ്യമുണ്ടെങ്കിൽ വിളിക്കാലോ അല്ലേ? പിന്നെ എപ്പോ വേണമെങ്കിലും ഈ നമ്പറിൽ വിളിക്കാം. എന്നാ വെക്കട്ടെ. ഓ ശരി സാറേ. വണ്ടി ഒന്ന് ഒതുക്കി നിർത്ത്. സാറേ യെസ്, സംഭവം ഏറ്റ ലക്ഷണമാണല്ലോ. ആ അതിന്റെ ക്രെഡിറ്റ് നിങ്ങൾക്കുള്ളതാണ്. സുശീല അത്ര എളുപ്പം വില കൊടുക്കുന്ന മീനല്ല. അതവരെ നേരി കണ്ടപ്പോഴേ ഞങ്ങൾക്ക് തോന്നി. സംസാരിച്ചു തുടങ്ങിയപ്പോ ശേഖരൻ അവർക്കൊരു ശത്രുവിനെ പോലെ ആയിരുന്നു. ബിഗ് ടിക്കറ്റ് അടിച്ചു എന്നറിഞ്ഞതിന് ശേഷം ആള് മാറി. ഇനി ആ സ്ത്രീ ഭർത്താവിനെ പൊന്നുപോലെ നോക്കിക്കോളും. സാറ് നോക്കിക്കോ. ആ അതാണ് നമ്മുടെ ആവശ്യം. ജീവിതകാലം മുഴുവനൊന്നും വേണ്ട, കുറച്ച് ദിവസത്തേക്കെങ്കിലും സുശീല ശേഖരനെ ആ വീട്ടിൽ സ്വസ്ഥമായിട്ട് ജീവിക്കാൻ അനുവദിക്കണം. സ്വന്തം കുടുംബത്തില് സന്തോഷത്തോടെ ജീവിച്ച് അവിടെ നിന്നും മടങ്ങാൻ ശേഖരന് കഴിയണം. അത് സാധിപ്പിച്ചു കൊടുത്തിട്ട് നിങ്ങൾ മടങ്ങാവൂ. അത്രേ ഉള്ളൂ സാറേ. ഞങ്ങൾ എന്തായാലും ഇറങ്ങിയില്ലേ? അതെ സാറേ, ഇനി അതിന്റെ അറ്റം കണ്ടേ ഞങ്ങൾ പോവുള്ളൂ. ആ ദാറ്റ്സ് ഫൈൻ, മതി. സുല്ലേ, വണ്ടി എടുത്തു.
മാഷേ മാഷേ മാഷും ശേഖരേട്ടനൊക്കെ എവിടെയാ? അച്ഛനകത്തുണ്ട്. ആ. കേറി വാതാനേട്ടാ.